ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ചുമതലയേറ്റ മുജ്തബ ഖമനൈ അതീവ ഗുരുതരാവസ്ഥയിലെന്ന റിപ്പോർട്ടുകൾ. ഒരു സൈനിക ആക്രമണത്തിൽ പരിക്കേറ്റ അദ്ദേഹം നിലവിൽ കോമയിലാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇസ്രായേൽ നടത്തിയതായി കരുതപ്പെടുന്ന ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഒരു കാൽ നഷ്ടപ്പെട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിന് പിന്നാലെയാണ് മകൻ മുജ്തബ ഖമനൈ അധികാരമേറ്റത്. എന്നാൽ സ്ഥാനമേറ്റെടുത്ത് അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ആക്രമണത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ മുജ്തബ നിലവിൽ അബോധാവസ്ഥയിലാണ്. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഡോക്ടർമാർ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. ഇറാന്റെ ഭരണ നേതൃത്വത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ ഭാഗത്തുനിന്ന് ഈ വാർത്തകളിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്നാൽ പല പ്രമുഖ മാധ്യമങ്ങളും ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഈ വിവരം പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ സാധ്യതയുള്ള സംഭവ വികാസമാണിത്. വരും മണിക്കൂറുകൾക്കുള്ളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. അതേസമയം ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ചുമതലയേറ്റ മുജ്തബ ഖമനയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ലോകമെമ്പാടും അഭ്യൂഹങ്ങൾ പടരുന്നതിനിടെ അദ്ദേഹം ജീവനോടെയുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖമനൈ ഒരുപക്ഷെ പരിക്കേറ്റ അവശനായ നിലയിലായിരിക്കാമെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ അദ്ദേഹം ജീവനോടെയുണ്ടെന്നാണ് താൻ കരുതുന്നതെന്ന് ഫോക്സ് ന്യൂസ് റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു.